ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫെബ്രുവരി 22. ഈ ദിവസം നമ്മൾ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ് നമ്മുടെ ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത്. നമ്മുടെ ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. 430 വർഷങ്ങൾ കൊണ്ട് മുന്നമേ പറഞ്ഞതുപോലെ 70-75 പേരിൽ നിന്നും 6 ലക്ഷം യുവാക്കന്മാരടങ്ങുന്ന ഒരു സൈന്യമായിട്ട് അവർ തീർന്നു. മൊത്തം ഏകദേശം 22 ലക്ഷം ആളുകളോളമാണ് മിസ്രൈമിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു പോയത്. പക്ഷേ അത് സാധിക്കുവാൻ കാലം മാത്രം പോരായിരുന്നു, അനുകൂലമായ ഒരു സാഹചര്യം അതിനാവശ്യമായിരുന്നു. ദൈവം അതെല്ലാം അവർക്ക് വേണ്ടി ഒരുക്കി. നാം മുന്നമേ പറഞ്ഞു, ജോസഫിൻ്റെ സഹായം കിട്ടിയ രാജകുടുംബം മിസ്രൈം ഭരിച്ചിടത്തോളം ഇസ്രയേലിന് നല്ല കാലമായിരുന്നു. അവരെ പെറ്റുപെരുകി ശക്തരായി ഏറ്റവും നല്ല ദേശത്ത് ജീവിച്ച് വളരെ സമ്പന്നരായിട്ട് തീർന്നു. എന്നാൽ ഭരിക്കുന്ന രാജവംശം ഡൈനസ്റ്റി മാറി, പുതിയൊരു രാജവംശം മിസ്രൈം പിടിച്ചെടുത്തു. ആ രാജവംശം മിസ്രൈമിൽ ഭരണം തുടങ്ങി. ആ ഭരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ജോസഫിൻ്റെ ചരിത്രമൊന്നും അറിയില്ല. ഇങ്ങനെ മിസ്രൈമിൽ ക്ഷാമം ഉണ്ടായ കാര്യവും അതൊന്നും അവർക്കറിയില്ല. അതിന് രക്ഷിച്ച ജോസഫാണ്, അതൊന്നും അവർക്ക് വിഷയമായിരുന്നില്ല. അവർ ജോസഫിനെ മാനിച്ചില്ല. അതേക്കുറിച്ച് പറയുന്നത് ജോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നെന്നാണ്. ജോസഫിനെ അറിയാത്തൊരു ഭരണാധികാരി വന്നു. 20 ലക്ഷത്തോളം വരുന്നതായിരിക്കുന്ന ഇസ്രായേൽ ജനത അവർക്ക് ഒരു ഭീഷണിയായിട്ട് തീർന്നു. കാരണം ഇത്രയും വലിയ ഒരു ജനസംഖ്യ അവരെ കണ്ടാൽ തന്നെ തീർച്ചയായും മിസ്രൈമിൽ നമ്മുടെ ഒക്കെ നിറമുള്ള ബ്രൗൺ നിറമാണ്. എന്നാൽ യഹൂദന്മാർ അങ്ങനെ ബ്രൗൺ നിറമുള്ളവരല്ല. അവരിൽ ബ്രൗൺ നിറവും കറുത്ത നിറവും ഒക്കെ ഉള്ളവരുണ്ടെങ്കിലും പൊതുവെ പറഞ്ഞാൽ അവരെ കുറച്ചുകൂടെ ചുവന്ന നിറമുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ നിറമുള്ളതായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മിസ്രൈം ദേശത്ത് ഉണ്ടെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഈ ആളുകൾ ശത്രുരാജ്യത്തോട് ചേരുകയും നമുക്കെതിരെ യുദ്ധം ചെയ്ത് നമ്മളെ തോൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നീ പുതിയ രാജവംശം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ നമ്മെ ഒതുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ നമ്മെ ഒതുക്കുന്നതിന് മുമ്പ് നാം അവരെ ഒതുക്കണം. അവരെ ഒതുക്കാനായിട്ട് ഈ പുതിയ രാജവംശം കണ്ടെത്തിയ ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ കൊലയുടെ വഴിയാണ്. സൂതികർമ്മികളെ വിളിച്ച്, മിഡ്വൈഫ്സിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ യഹൂദ സ്ത്രീകളുടെ എബ്രായ സ്ത്രീകളുടെ അടുക്കൽ ചെന്ന് പ്രസവം എടുക്കുമ്പം ആൺകുട്ടിയാണ് നിങ്ങൾ ഞെക്കിക്കൊന്നേക്കണമെന്ന് പറഞ്ഞു. ആൺകുട്ടിയാണ് നിങ്ങൾ കൊല ചെയ്യണം, പെൺകുട്ടിയാണ് ജീവിച്ചിരുന്നോട്ട്. കാരണം അവർക്ക് ആൺപിള്ളേരില്ല, പെൺപിള്ളേരെ ഉള്ളി. പിന്നെ മിസ്രൈമിനെ കല്യാണം കഴിച്ചവർ സമ്മിശ്രയാദിയായിട്ട് അങ്ങ് തീരും. അതുകൊണ്ട് നിങ്ങൾ അവരെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പിഞ്ച് പൈതലിനെ കൊല്ലുക എളുപ്പമാണ്, കാരണം ഡിഫൻസ് ഇല്ലല്ലോ, പ്രതിരോധ ശക്തി ഇല്ലല്ലോ. അപ്പോൾ ഞെക്കിക്കൊന്നാൽ അതൊന്നും പറയില്ലല്ലോ, അങ്ങ് ജാകുകയുള്ളൂ. അപ്പോൾ ജനിച്ചപ്പോൾ തന്നെ മരിച്ചതാണെങ്കിൽ പിന്നെ വലിയ ദുഃഖവും അമ്മയ്ക്ക് ഉണ്ടാവില്ല. കാരണം അമ്മ അറിയുന്നില്ല ഞെക്കിക്കൊല്ലുന്നതായിരിക്കുന്ന വിധം. പ്രസവം എടുക്കുന്നതായിരിക്കും വഴി കഴുത്തിന് പിടിച്ച് അങ്ങ് കൊല്ലുകയാണ്. അയ്യോ കുഞ്ഞ് ചത്ത കുഞ്ഞായിട്ടാണല്ലോ ജനിച്ചതെന്ന് പറയുമ്പോൾ അമ്മയുടെ ദുഃഖത്തിന് ഒരു അളവ് വരെ കുറവ് വരും. അതുകൊണ്ട് ഒരു നല്ല മാർഗമായിട്ട് ഈ പുതിയ ഫറവോന് അത് ചിന്തിച്ചു. അങ്ങനെ അവൻ ചെയ്തു. പക്ഷേ അവിടെ വിജയിച്ചില്ല. കാരണം എന്താണ്? സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നു. അവർ പറഞ്ഞു, അങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന മഹാവാതകം ഞങ്ങൾ ചെയ്യരുതെന്ന് പറയും. അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് ആ ദോഷമെന്ന് പറഞ്ഞു. അപ്പോൾ സൂതികർമ്മികൾ രാജാവിൻ്റെ കൽപ്പനയെ അനുസരിച്ചില്ല. കാരണം ഫറവോനേക്കാൾ ശക്തനായ ഒരു ദൈവത്തെ അവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് രാജാവിനെ ഭയപ്പെടാൻ ആവശ്യമില്ല. ദൈവത്തെ ഭയപ്പെട്ട പിന്നെ രാജാവിനെ ഭയപ്പെടാം. രാജാവിനെ അനുസരിച്ചാൽ മതി, രാജാവിനെ ബഹുമാനിച്ചാൽ മതി. ദൈവത്തെ ഭയമില്ലാത്തവർക്കാണ് രാജാവിനെ ഭയപ്പെടേണ്ടതായ ആവശ്യം വരുന്നത്. അപ്പോൾ ദൈവം തന്നെ ഭയപ്പെടുന്നവർക്ക് നല്ലവനാണെന്ന് ദൈവത്തെ ഭയപ്പെട്ട് കുഞ്ഞുങ്ങളെ കൊല്ലാതിരുന്ന സൂതികർമ്മികൾ തെളിയിച്ചു. കാരണം എന്താണ്? അവിടെ നമ്മൾ പറയുന്നത് ദൈവം അവർക്ക് ഭവനം പണിതു എന്നാണ്. യഹൂദന്മാരുടെ കുഞ്ഞുങ്ങളെ കൊല്ലാതിരുന്നത് കൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയുമെന്ന്. അങ്ങനെ സൂതികർമ്മികളെ ദൈവം അനുഗ്രഹിക്കുകയും അവർക്ക് കുടുംബവർദ്ധന നൽകുകയും അവരെ എല്ലാറ്റിലും എണ്ണത്തിലും ബലത്തിലും വളർന്ന് ഞാൻ വിചാരിക്കുന്നു അവരുടെ കുടുംബങ്ങളും വളരെ വർദ്ധിക്കുവാനായിട്ടിടയായി. രാജാവിനെ ഭയന്ന് അധർമ്മം ചെയ്താൽ അവർ ചെയ്യുന്ന അധർമ്മം അവരെ ഒതുക്കും. എന്നാൽ ദൈവത്തെ ഭയന്ന് സത്യം പ്രവർത്തിച്ചാൽ അവർ പ്രവർത്തിച്ചതായി അവർ ഭയന്ന ദൈവവും അവർ പ്രവർത്തിച്ച അസത്യവും അവരെ മാനിക്കുന്നതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രമാണം. ദൈവത്തെ ഭയന്ന് തെറ്റ് ചെയ്യാതിരുന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ അധികാരികളെ ഭയന്ന് അവർ പറയുന്ന തെറ്റ് നമ്മൾ ചെയ്താൽ നാം ശപിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നാം ആരെ പേടിക്കുന്നു എന്നുള്ളത്, ആരെ ഭയപ്പെടുന്നു എന്നുള്ളത് അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. നാം ദൈവത്തെയാണ് ഭയപ്പെടുന്നതെങ്കിൽ രാജാവിനെ ബഹുമാനിക്കണം, രാജകൽപ്പനകൾ അനുസരിക്കണം. പക്ഷേ ദൈവത്തെയാണ് നാം ഭയപ്പെടുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവകൽപ്പനകൾക്ക് വിപരീതമായ കൽപ്പനകൾ രാജാവ് തന്നത് അനുസരിക്കുകയില്ല. സൂതികർമ്മികൾ അതാ ചെയ്തത്. അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ജീവൻ സൃഷ്ടിക്കുന്ന ദൈവം കൊലപാതകം ചെയ്യുവാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് രാജാവ് പറഞ്ഞാലും അവർ ചെയ്യാതിരിക്കും. നമുക്ക് ദൈവത്തെയും രാജാവിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. രാജാവിനെ ബഹുമാനിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യണം.
ഇന്ന് അനേകരും രാജാവിനെയും ഭയമില്ല, ദൈവത്തെയും ഭയമില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. തോന്നിയപോലെ ജീവിക്കുന്ന കാലമാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാതെ ദൈവത്തെ ഭയന്ന് നാം നന്മ ചെയ്യണം. രാജാവിൻ്റെ കൽപ്പനകളെ തീർച്ചയായിട്ടും നാം അനുസരിക്കണം. പക്ഷേ ആ കൽപ്പനകൾ ദൈവകൽപ്പനയ്ക്ക് വിപരീതമായ കൽപ്പനകളാകരുത്. അങ്ങനെ ദൈവത്തെ ഭയന്ന് രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നാം ജീവിച്ചാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുന്നതാണ്.